രാമേന്ദ്രൻ സാറേ, ഞാൻ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായ ഒരു കാര്യം ചോദിക്കട്ടെ. ഒന്നും തോന്നരുത്. നമ്മുടെ രാഹുൽ ഗാന്ധി പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയാൾ മണ്ടനാണ്. അല്ല, എനിക്ക് തോന്നാൻ സംശയം എന്തെന്നറിയോ? അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 1000 വർഷത്തെ പഴക്കമുണ്ടെന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ 1947 ഓഗസ്റ്റ് 15-നാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഇന്നത്തെ രൂപത്തിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി നിലവിൽ വന്നത് 47 ഓഗസ്റ്റ് 15-നാണ്. അതും കഴിഞ്ഞിട്ടാണ് ഭരണഘടനാ സമിതി ചേർന്നിട്ട് ഭരണഘടന രൂപീകരിക്കുന്നത്. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുന്നതൊക്കെ. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലജ്ജ തോന്നുന്നു. ഈ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അത് വെറുതെ പറഞ്ഞു വിടുന്നതാണോ? ഈ പ്രസംഗത്തിലെ ആ വാചകം പറയാം. ഇയാൾക്ക് ശരിക്കും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്താന്ന് തന്നെ ഇയാൾക്കും പ്രിയങ്കയ്ക്കും അറിയുമോ എന്നുള്ള കാര്യം തന്നെ വലിയ 1950 ജനുവരി 26 പ്രത്യേകത എന്താണ്? ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലായിരിക്കും. ഇടക്കിടയ്ക്ക് ഭരണഘടന പൊക്കിപ്പിടിക്കും. പിന്നെ അത് പത്രലേഖകർ നോക്കിയപ്പോ ഈ അതിനകത്ത് ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് പോലും അറിയില്ല. ഇയാൾ പറയുന്ന പല ചരിത്ര സംഭവങ്ങൾക്ക് ചരിത്രമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ വേറൊരെണ്ണം മറ്റേ സവർക്കറുമായി ബന്ധപ്പെട്ടത് ഇയാള് പറഞ്ഞ മണ്ടത്തരങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. ഇത് എവിടെയാണ്, എവിടെ വെച്ചാണ്, എന്ത് പരിപാടിയിലാണ് ഇത് പാട്നയില് മറ്റേ സുരക്ഷാ സമ്മേളൻ എന്ന് പറഞ്ഞ് ഇവർ ചേർന്ന പരിപാടി. തിങ്കളാഴ്ചയാണ് ഇയാളിത് പറഞ്ഞിരിക്കുന്നത്. ജനം പറയുന്നു 1947 ഭരണഘടന എഴുതിയതെന്ന്. അംബേദ്കർ ഫുലെ എന്നാണ് പറഞ്ഞത്. ജ്യോതിബായ് ഫുലെയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇയാൾ പറഞ്ഞത് ഫുലെ എന്നാണ്. അംബേദ്കർ, ഫുലെ, ഗാന്ധി, നെഹ്റു, ഗുരുനാനാക്ക്, കബീർ എന്നിവരുടെ ചിന്തകൾ അതിലുണ്ടെന്നും അതിന് 1000 വർഷം പഴക്കമുണ്ടെന്നും ഞാൻ കരുതുന്നു. ഭരണഘടനയ്ക്കോ? ഇന്ത്യ ആദരിക്കുന്നവരുടെ ചിന്തകൾ അതിലുണ്ട്. ഇതാണ് വാചകം. ഇതിന് ഗുരുനാനാക്കും കബീറും ഒക്കെ ആയിട്ട് ഭരണഘടനയ്ക്ക് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ BJP നേതാക്കൾ, വിവരമുള്ള ആളുകൾ, സുധാംശു ചതുർവേദിയെ പോലുള്ളവരൊക്കെ നന്നായിട്ട് ശോഭിച്ചിട്ടുണ്ട്. അപ്പോൾ സുധാംശു ചതുർവേദി പറഞ്ഞു വിചിത്രമായ കണ്ടെത്തലുകളാണ് ഇയാളുടേത്. ഭരണഘടനയെ പറ്റിയോ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയോ വസ്തുതകളൊന്നും ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം വിവരമില്ലാത്ത യുവാക്കൾക്കായിട്ടാണ് മോദി നവംബർ 20 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, എല്ലാ കൊല്ലവും ആചരിക്കാൻ വേണ്ടി. അപ്പം ഇയാൾ യുവാവാണോ എന്നുള്ളൊരു സംശയം വരുമല്ലോ. അപ്പോൾ ചതുർവേദി മോദി പറഞ്ഞത് ബാലക് ബുദ്ധി പറഞ്ഞിരുന്നു, കുഞ്ഞുങ്ങളുടെ ബുദ്ധിയുള്ള ഒരു പാവം മനുഷ്യൻ. അതെ, പാവമല്ല. അപ്പോൾ ചതുർവേദി പറഞ്ഞു നമ്മളത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണ്. നിത്യഹരിത യുവാവാണ് അദ്ദേഹം. നിത്യഹരിത യുവാവ്, വിചിത്ര ജ്ഞാനം ഉള്ള ഒരുത്തൻ. അപ്പോൾ ഈ 1949 നവംബർ 26 ഇത് എഴുതി ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത്. അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട്. 1950 ജനുവരി 26 ഇത് നടപ്പാക്കുന്നത്. ഇന്ത്യ അന്നാണ് റിപ്പബ്ലിക് ആകുന്നത്. ഇതാണ് ഈ പപ്പു മോനെ അറിയാത്ത കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച്. അയാൾ പറയുന്നത്, ജനം പറയുന്നു 1947 ഭരണഘടന ഉണ്ടായതെന്നാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വർഷവും വസ്തുതകളും ആ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം പോലും സത്യമായിട്ടില്ല. എന്നിട്ട് ഈ ചതുർവേദി ചോദിക്കുകയാണ്, രാജ്യത്തിന് തന്നെ 1000 വർഷം പഴക്കമുണ്ടെന്ന് രാഹുലും കോൺഗ്രസും കരുതുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഭരണഘടനയ്ക്ക് 1000 വർഷം പഴക്കം എന്ന് പറയുന്നത്? കാരണം കോൺഗ്രസും രാഹുലും കരുതുന്നത് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഉണ്ടാക്കിയതാണ് ഇന്ത്യ. ഇന്ത്യ ഉണ്ടായിരുന്നില്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ കല്ലും മണ്ണും അടിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ത്യ. 55 രാഹുൽ ഗാന്ധി വന്ന ശേഷം കോൺഗ്രസ് 55 തെരഞ്ഞെടുപ്പുകൾ തോറ്റു. 400 നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോയി.
ഇയാൾ ഈ പറയുന്ന നമ്മൾ വല്ലപ്പോഴും ഈ പ്രസംഗത്തിലാണല്ലോ കേൾക്കുന്നത്. ഇവരെന്തും കണ്ടോണ്ടിരിക്കുകയാണ്. ഇവരെന്നും ഈ അടുത്തിരുന്നൊക്കെ ഇങ്ങ് മണ്ടത്തരം കേട്ടും അടുത്തിട്ടായിരിക്കും ഇവർ ഈ പലായനം ചെയ്യുന്നത്, കോൺഗ്രസ് വിട്ട് പോകുന്നത്. കൂടെ എപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാൾ കേരളത്തിൽ നിന്നുള്ള ഹൈക്കമാൻഡ് മാത്രമാണ്. അപ്പോൾ ഇതിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ സോഷ്യലിസ്റ്റും സെക്യുലറും ഒക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ്, ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധിയാണ് ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ അവർക്ക് സൗകര്യമുള്ള സംഗതിയെല്ലാം ചേർക്കാൻ വേണ്ടി ഭരണഘടനയെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചതും ഇന്ദിരാഗാന്ധിയാണ്. അതാണ് അടിയന്തരാവസ്ഥ കാലം എന്ന് പറഞ്ഞ് അതിഭീകരമായ ഒരു കാലം. കേരളത്തിൽ പോലും, ഇത്രയും ദൂരെ കിടക്കുന്ന കേരളത്തിൽ പോലും ആളുകൾ പേടിച്ച് ജീവിച്ചതാണ്. എത്ര പേരെന്ന് ലോക്കപ്പിലൊക്കെ അതിഭീകര മർദ്ദനം, രാജനെ പോലെയുള്ള ആളുകളുടെ ദുരൂഹമായ മരണം, അല്ലെങ്കിൽ കാണാതാവൽ. അതെ, ഭീകരമായിരുന്നു. എന്നിട്ട് പഞ്ചസാരയിട്ട് കത്തിക്കുക, കക്കയം ഡാമിൽ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഒഴുക്കുക. അവശിഷ്ടമൊന്നും കിട്ടിയില്ല. അങ്ങനത്തെ കേസായിരുന്നു അത്. അപ്പോൾ ഈ ലോകത്ത് അന്ന് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത്. അത് എഴുതുന്ന കാലത്ത് അന്ന് 395 വകുപ്പ്, 8 ഷെഡ്യൂളുകൾ, വകുപ്പ് അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ്. അതെ, ആർട്ടിക്കിൾസ്. അപ്പോൾ ഭരണഘടന നിയമനിർമ്മാണ സഭ 2 കൊല്ലം, 11 മാസം, 17 ദിവസം ഇത് കൂടി ചർച്ച ചെയ്തിരുന്നു ഇത് കൊണ്ടുവരാൻ. അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് സമിതി അധ്യക്ഷൻ. പക്ഷേ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം, ഞാൻ ഭരണഘടനയെ പറ്റി എന്ത് ലേഖനം വായിക്കുമ്പോഴും സർ BN റാവു എന്ന് പറഞ്ഞൊരു പേര് ഇതിൽ പൊന്തി വരും. അദ്ദേഹത്തിൻ്റെ സംഭാവന അതിഭീമമാണ് ഈ ഭരണഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമാപന പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞു, ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്കുള്ളതല്ല, അത് സർ BN റാവുവിനുള്ളതാണ്. അദ്ദേഹം ഭരണഘടനാ ഉപദേഷ്ടാവായിരുന്നു ഇത് എഴുതുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഭരണഘടനയുടെ കരട് രേഖ എഴുതിയത് BN റാവു ആണ്. ആ രേഖ വെച്ചിട്ടാണ് പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ചർച്ച നടത്തുന്നത്. ചർച്ച നടത്താൻ കുറേ കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ കരട് രേഖയിൽ കുറേ വകുപ്പുകളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണം എന്ന് ചർച്ച ചെയ്യാണ്. ആ കരട് ഭരണഘടന എഴുതിയത് BN റാവു ആണ്. നമ്മൾ ഭരണഘടനാ ശില്പി എന്നൊക്കെ അംബേദ്കർ പറയുമെങ്കിലും BN റാവുവിനെ വിസ്മരിക്കരുത് ഈ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ. SN മുഖർജി അതിൻ്റെ ഈ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. ഭരണഘടനയെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഇവരുടെ കോൺട്രിബ്യൂഷനൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബെനഗൽ നരസിംഹ റാവു ICS കാരനായിരുന്നു. കൽക്കട്ടയിൽ ജഡ്ജിയുമായിരുന്നു. ICSകാർ ജഡ്ജിമാരാവുമായിരുന്നല്ലോ, ICS കിട്ടിയവര്. കേരള ഹൈക്കോടതിയിൽ അവസാനത്തെ ICS ജഡ്ജിയായിരുന്നു PT രാമൻ നായർ. ഇവിടെയും ജഡ്ജിമാർ ICS ഉണ്ടാവുമായിരുന്നു. 1950-52 UN രക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിരുന്നു അദ്ദേഹം. അതിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു ഈ 2 കൊല്ലം. 1910 ICS നേടിയ ആളാണ്. അപ്പോൾ അംബേദ്കർ അതിൻ്റെ അധ്യക്ഷൻ. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. പിന്നെ മൂലഭരണഘടനയിൽ 22 ഭാഗം, 395 വകുപ്പ്, 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 25 ഭാഗം, 448 വകുപ്പുകൾ, 12 ഷെഡ്യൂളുകൾ, കുറേയും കൂടിയൊക്കെ വികസിതമായി. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് വന്നല്ലോ, ആ സമയത്ത് ഇതിൻ്റെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചർ അത് മാറ്റാൻ പാടില്ല എന്നുള്ള സംഗതിയും വന്നു. കേശവാനന്ദ ഭാരതി വളരെ വിഖ്യാതമായ കേസാണ്. കാസർഗോഡ് ഒരു സന്യാസ മഠത്തിൻ്റെ ഇടനീർമഠത്തിൻ്റെ ഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ നടന്ന കേസാണ്. കേസിൽ സ്വാമി തോറ്റുപോയി. പക്ഷേ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും, ഇനി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. പ്രിയാമ്പിൾ
12 പേരുള്ള. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും ഒരു വിധി സമീപകാലത്ത് വന്നല്ലോ. അതിനകത്ത് ഭരണഘടനയുടെ ഈ സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് തെറ്റാണ് എന്ന് പറയണമെന്ന് കേസ് കൊടുത്തപ്പോഴത്തേക്ക് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിയമ രംഗത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് ബേസിക് സ്ട്രക്ചർ തിയറി ബേസ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം എന്ന് പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളാണ് ഭരണഘടന സ്വഭാവം പറയുന്നത്. സോവറിൻ, സെക്യുലർ എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പ്രിയാമ്പിളാണ് പറയുന്നത്. ആ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ് കേശവാനന്ദ ഭാരതി വിധി ഉള്ളത്. പക്ഷേ ഇന്ദിരാഗാന്ധി അതിനെ മറികടന്നിട്ടാണ് സോഷ്യലിസവും സെക്യുലറിസവും കയറ്റിയത്. അത് ശരിയാണെന്ന് സഞ്ജീവ് ഖന്ന പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വർഷം. ഇത് ഇന്നലത്തെ ആ വിധി ഉണ്ടല്ലോ ഗവർണറുടെ, അതിൻ്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട്. അത് അപ്പീലിൽ നിൽക്കുമോ എന്നൊക്കെ ഉള്ളത് സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അതിലും ഭരണഘടനയുടെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നു. വ്യാഖ്യാനം കോടതികൾക്കാകാം. ആ 3 മാസം 1 മാസം എന്നുള്ളത് ഭരണഘടനയിലുള്ളതല്ലല്ലോ. അല്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ, ഭരണഘടനയുടെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നു. ഈ നിയമങ്ങൾ, കോടതികൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം, ഇനാക്ട്മെന്റ് നടത്താം വിധികളിലൂടെ. പക്ഷെ ഭരണഘടന ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അതിലില്ലാത്ത സംഗതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ സത്യത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകേണ്ടതാണ്. അതായത് ഈ ശരിക്കും ഈ സെക്യുലറിസവും സോഷ്യലിസവും ഭരണഘടനയെ ചേർത്തതിനെ സംബന്ധിച്ചുള്ള വിധി ഭരണഘടനാ ബെഞ്ചായിരുന്നു പരിശോധിക്കേണ്ടിയിരുന്നത്. അതായിരുന്നു. പക്ഷേ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിശോധിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് പക്ഷേ ആരും ചൂണ്ടിക്കാട്ടിയില്ല, അതിനെ ചാലഞ്ച് ചെയ്തില്ല. ചലഞ്ച് ചെയ്യേണ്ടതാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം. അല്ല, അത് ചലഞ്ച് ചെയ്യാനായിട്ട് വേറെ കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മോദി സർക്കാരിൻ്റെ 3ാമത്തെ ടേമാണിത്. ഈ 3rd ടേമിൽ പോലും നിയമത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാന പ്രശ്നമാണ്. അതുപോലും അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ BJP ദയനീയ പരാജയമാണ്. സാംസ്കാരിക മേഖലയിലുള്ള പരാധീനതകൾ പോലെ നിയമത്തിൽ ഒരു പൂർണ്ണ തോതിലൊരു മന്ത്രി വേണം എന്ന് ഇപ്പോഴും സർക്കാരിന് തോന്നുന്നില്ല. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നമ്മുടെ ആനന്ദാശ്രമം കാഞ്ഞങ്ങാട്, അവിടെ ഒരു തവണ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് ട്രെയിനിൽ പോകുമ്പോൾ ഈ എടനീർമഠത്തിൽ, ഈ കാഞ്ഞങ്ങാട് നിന്ന് 24 കിലോമീറ്റർ ഉണ്ട് എടനീർമഠത്തിന്, കേശവാനന്ദ ഭാരതി. അദ്ദേഹം ഇപ്പോൾ ഉണ്ടാവുമോ? ഈ ആനന്ദാശ്രമത്തിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണ്ടേ എന്നൊക്കെ ട്രെയിനിലിരുന്ന് ആലോചിച്ചിരുന്നു. ഞാൻ ഈ ആനന്ദാശ്രമത്തിൽ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാഹനം വന്നു നിന്നു. ഇദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് കേശവാനന്ദ ഭാരതി ഇറങ്ങി. അന്ന് വൈകുന്നേരം അദ്ദേഹം അവിടെ ഭജന പാടി. അദ്ദേഹം ആധുനിക ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ്, കീബോർഡും ഒക്കെ വെച്ചിട്ട് കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഭജന പാടി. അദ്ദേഹത്തിന് വലിയ ഭരണഘടനാ സംഗതികളൊന്നും അറിയില്ല എന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം ഒരു ആത്മീയ പുരുഷനാണല്ലോ, പ്രാഗൽഭ്യമാണ്. അപ്പോൾ ഇതിന് ഇത്രയുമൊക്കെ വാല്യൂ ഉള്ള ഭരണഘടന പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഈ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് 1000 കൊല്ലത്തെ പഴക്കമുണ്ട്. അല്ല, ഭരണഘടന എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നെന്നും അതിൻ്റെ അമെൻമെൻറ്റ്സ് ഒക്കെ എങ്ങനെ വന്നുവെന്നും ബേസിക് സ്ട്രക്ചർ തിയറി. പക്ഷേ ബേസിക് സ്ട്രക്ചർ തിയറി ബേസിക്കലി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലുണ്ടായിരുന്ന ഒരു കേസാണ് ആദ്യം ബേസിക് സ്ട്രക്ചർ തിയറി പാകിസ്ഥാൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അത് പിന്നീട് നമ്മൾ അഡോപ്റ്റ് ചെയ്തു, അതിന് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസ് കൊടുത്തു ഇന്ത്യൻ സുപ്രീം കോടതി. പക്ഷേ ഇപ്പോൾ അതും വല്ലാതെ മാറിയിരിക്കുകയാണ് സഞ്ജീവ് ഖന്നയുടെ വിധിയോടുകൂടി. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ആരോട് പറയാൻ? രാഹുൽ ഗാന്ധിക്ക് ഇത് വല്ല അറിയാമോ? പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.